കാഞ്ചന, ഒരു ത്യാഗം ചെയ്യാനോ ഒരു ധർമ്മകല്യാണം കഴിക്കാനല്ല ഞാൻ നിന്നെ ഇഷ്ടപ്പെട്ടത്. എൻ്റെ ഉള്ളുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത്. നിന്റെ സ്വത്തോ പണമോ കണ്ടിട്ടൊന്നുമല്ല. അതുപോട്ട് ആ തിയേറ്ററും അമ്പസിന്റെ പേരുടെ നിന്റെ പേര് തന്നെ. അതെന്റെ പേര് തന്നെ. അതാണ് അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത്. സ്വത്തോ പണമോ കണ്ടിട്ടല്ല നിന്നെ ഇഷ്ടപ്പെട്ടത്. എന്റെ ഇഷ്ടം അതാണ് എനിക്ക് വലുത്. നിന്നെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു കാഞ്ചന, സ്നേഹിക്കുന്നു. ഞാൻ അറിഞ്ഞില്ല അപ്പോട്ട. അപ്പോട്ടൻ എന്നെ സ്നേഹിക്കുന്ന കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പോട്ട. ഇനി അപ്പോട്ടിന് വേണ്ടി എനിക്ക് ഒന്നേ ചെയ്യാനുള്ളൂ. എന്താ? എനിക്ക് മൊയ്തീനുണ്ടാവുന്ന കുഞ്ഞിന് ഞാൻ അപ്പോട്ടന്റെ പേരിടും. എന്തിനാ കാഞ്ചന വല്ലവന്റെ ട്രോഫിയിൽ എന്റെ പേര് കൊത്തി വയ്ക്കണത്? കാഞ്ചന, നിനക്ക് തരാൻ വേണ്ടി ഞാനൊരു മുദ്രമോതിരം വാങ്ങി വെച്ചിരുന്നു. അതിനി എന്റെ കയ്യിൽ വെച്ചിട്ട് എന്തിനാ? ഇതാ എന്റെ തന്നെ ഇരിക്കട്ടെ. എനിക്ക് വേണ്ട അപ്പോട്ട. അപ്പോട്ടൻ തന്നെ എന്റെ കയ്യിൽ ഇട്ട് തന്നാ മതി. എന്താ അപ്പോട്ട? ഇതറിഞ്ഞിരുന്ന ഒരു അരഞ്ഞാനം മേടിച്ചോണ്ട് വന്നാനെ. അപ്പോട്ടൻ അറിയോ, അപ്പോട്ടൻ എന്നെ സ്നേഹിക്കണേക്കാളും 10 ഇരട്ടിയായി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേലും ഒരു 10,000 ഇരട്ടിയായി മൊയ്തീൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. എനിക്ക് കണക്കിൽ വലിയ പിടിയില്ല. അപ്പൊ ഞാൻ കൂട്ടിക്കോട്ടെ. എത്ര പറഞ്ഞാൽ അപ്പോട്ടൻ എന്നെ സ്നേഹിക്കണേക്കാളും ഒരു 10 ഇരട്ടിയായി ഞാൻ മൊയ്തീനെ സ്നേഹിക്കുന്നുണ്ട്. 10 × 10 അപ്പോട്ടൻ പറ. അപ്പോട്ടെ പറയാനോ? അപ്പോട്ടൻ പറ. പറയാം കൂട്ടിക്കോട്ടെ. 10 × 10 × 10 10 20 മൊയ്തീൻ എത്ര സഹിക്കുന്നു പറയാം? 10,000 ഇരട്ടിയായി മൊയ്തീൻ എന്നെ 10,000 വലിയ കണക്കാണല്ലോ ഇത്. 10,000 × 10 പറയാൻ നോക്കട്ടെ. എന്റെ കൊച്ചിന് ഞാൻ പറഞ്ഞ കണക്കിന് എന്ത് ചെയ്യും? ഒരു കാര്യം ഞാൻ കാൽക്കുലേറ്റർ എടുത്തോണ്ടല്ലോ ഇവിടെ നിൽക്കുമോ? അയ്യോ ഞാൻ പറഞ്ഞ കാൽക്കുലേറ്റർ എടുത്തോണ്ടോ കേട്ടോ. ഉല്ലാസം ഒന്ന് പറഞ്ഞു പറ. കഞ്ചനമാല, എന്തായാലും നമുക്ക് ഇന്ന് അതിജീവിക്കാൻ പറ്റും. ഞാനൊരു തീരുമാനം എടുത്തു. നമുക്ക് രണ്ടും പാസ്പോർട്ട് ഞാൻ കൊടുത്തു. അത് ഞാൻ വാങ്ങാൻ പോവാണ്. അത് വാങ്ങി നമുക്ക് ദുബൈയിലേക്ക് പോകാം. അവിടെ ആകുമ്പോൾ നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞു നടക്കാൻ ആരും ഉണ്ടാവില്ല. അതെന്താ മൊയ്തീനെ? അവിടെ കുടുംബശ്രീ ഇല്ല. അതുകൊണ്ട് ഞാൻ പോയി പാസ്പോർട്ട് മേടിച്ചു. ഞാനും വരട്ടെ കടുവരെ. അങ്ങനെ ഇവരുടെ സ്നേഹബന്ധം ഈ നാട് മൊത്തം അറിഞ്ഞു. അങ്ങനെ കാഞ്ചനമാലയും കൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി മൊയ്തീൻ പാസ്പോർട്ടുമായിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് പ്രളയത്തിൽപ്പെട്ട് മൊയ്തീൻ അങ്ങ് മരിച്ചുപോയി. ഇപ്പോഴായിരുന്നെങ്കിൽ മൊയ്തീനെ രക്ഷപ്പെടുത്തായിരുന്നല്ലേ അച്ഛാ? അയ്യോ, അതെങ്ങനെ? മത്സ്യത്തൊഴിലാളികൾ വന്ന് രക്ഷപ്പെടുത്തുമായിരുന്നല്ലോ.